ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ജാം റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പപ്പായ വെച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ജാമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ജാം റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ജാം ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത പപ്പായ തന്നെ നോക്കിയെടുക്കണം. ഞാനിവിടെ 1 kg പപ്പായയുടെ ഒരു 1/2 kg ആണ് ജാം ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പപ്പായയുടെ ഉള്ളിലെ കുരുവെല്ലാം നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. അതിനുശേഷം പപ്പായയുടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇവിടെ നമുക്ക് ജാം ഉണ്ടാക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ പപ്പായ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാം ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന പപ്പായ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വേറെ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ജാം റെസിപ്പിയാണിത്. ഇനി ഈ പപ്പായ നന്നായിട്ട് തിളച്ച് കുറുകി വരണം. നന്നായിട്ട് തിളച്ച് ഒന്ന് തിക്കായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പപ്പായയുടെ മധുരം അനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പപ്പായയുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ നല്ല കട്ടി പരുവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 നാരങ്ങയുടെ പകുതി നാരങ്ങാനീരാണ് എടുത്തിരിക്കുന്നത്. ഈ ജാം നന്നായിട്ട് സെറ്റാക്കി കിട്ടാനാണ് നമ്മൾ ഈ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി നാരങ്ങാനീര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം ജാം നന്നായിട്ട് തിക്കായി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ജാമിൻ്റെ കറക്റ്റ് പാകമാവുന്നതാണ്. കുട്ടികൾക്കായിട്ട് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും നല്ലത് ഇതുപോലെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ജാം റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.